വളരെ വേഗമായൊരു വകുപ്പ് ചുമത്തി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഇടുകയുണ്ടായി. ഇപ്പോൾ അതേ പരാതിക്കാരി വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഭർത്താവിന്റെ വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ എനിക്കെതിരെ ഒരു പരാതി വരുന്നതെന്ന് ഉദ്ദേശമാണ്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്. അതിന്റെ ജാള്യത മറയ്ക്കാനാണ്. കൗതുകം എന്ന് പറയട്ടെ, എനിക്ക് എന്താ പറയണേ, ഞാൻ പറയുന്ന സത്യങ്ങൾക്ക് എനിക്ക് ഒരു അഭിമാനവും അല്ലെങ്കിൽ നന്ദിയും തോന്നിയത് ആ ചെറുപ്പക്കാരൻ വൈകിട്ട് അതിജീവിതക്കെതിരെ അല്ലെങ്കിൽ അതിജീവിത എന്ന് പറഞ്ഞുകൂടാ, പരാതിക്കാരിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടും രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടും. ഓർക്കുക, പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിച്ചു. കൃത്യമായ വരി ഞാൻ വായിക്കാം. രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആ ചെറുപ്പക്കാരന്റെ പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡിന്റെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് എനിക്കെതിരെ അടുത്ത കള്ളക്കേസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. ആ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തിയിട്ടില്ല. ആ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ എന്നെ അനുകൂലിച്ച്, രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർത്തും വീഡിയോ ചെയ്യുകയും രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ആ പരാതിക്കാരിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ, ആ വിമർശനം എനിക്ക് പറയാൻ പോലും പറ്റില്ല, കുറച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വസ്തുത ബഹുമാനപ്പെട്ട പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതോടൊപ്പം പ്രസ് മീറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ഇതിന്റെ കംപ്ലൈന്റും മറ്റും കോപ്പിയുണ്ട്. ദൈവത്തെ ഓർത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധിയാണ്. ഇതിന്റെ 14-ാം പേജിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു, അലിഗേഷൻ ഓഫ് റേപ്പ് ഇനീഷ്യലി വിത്ത് ദി കൺസെന്റ് ആൻഡ് ദെയർ ആഫ്റ്റർ അഗൈൻസ്റ്റ് ഹെർ വിൽ വിത്തൌട്ട് ഹെർ കൺസെന്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി മെറ്റീരിയൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് അതിജീവിത പറഞ്ഞ റേപ്പെന്ന പീഡനമെന്ന പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുന്നത്? എല്ലാ മീഡിയക്കാരും വാർത്ത കൊടുക്കുമ്പോൾ അതിജീവിത എന്നാണല്ലോ കൊടുക്കുന്നത്. ശരിക്കും പരാതിക്കാരിയല്ലേ? ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്ന യുവതി രാഹുൽ ഈശ്വർ തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പരാതി ഈ കഴിഞ്ഞ ദിവസം നൽകിയത്. അതിനിടെ തിരിച്ച് ഇപ്പൊ രാഹുൽ ഈശ്വർ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കേസ് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിലനിൽക്കുന്ന 2 പരാതികളിൽ ഒരു പരാതി ഇതിവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നു എന്ന് തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യമായി എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ പരാതിയിൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ വന്നിട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ദിവസങ്ങളിൽ അത് പരിഗണിക്കും. ആ കേസ് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സെഷൻസ് കോടതി, തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുമ്പോഴും ജാമ്യമില്ല എന്ന് പറയുമ്പോഴും കോടതി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. എന്താണ് കോടതി നടത്തിയ നിരീക്ഷണം? പരാതിക്കാരി പറയുന്നത് പോലെ ഇത് പീഡനമോ ബലാത്സംഗമോ ആയി കാണുവാനുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ആ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് കോടതി പറയുന്നത് ജാമ്യമില്ല എന്നുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് കോടതി നടപടികളാണ്. ഇനിയിപ്പോൾ ആ കേസിൽ നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞ കേസിൽ കോടതി ഇനി വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വിധികളിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും ഒക്കെ കിടക്കും. അപ്പോൾ നമുക്ക് ആ സന്ദർഭത്തിൽ അത് പറയാം. പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ ഒരു പുതിയ ഒരു പരാതിയുമായി ഈ രംഗത്ത് വരുമ്പോൾ ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുന്നു എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ പരാതിക്കാരിയുടെ ആദ്യത്തെ പരാതിക്കാരിയുടെ വാദം തന്നെ, അല്ലെങ്കിൽ പരാതി തന്നെ, അവകാശവാദം തന്നെ എന്തായിരുന്നു? ആ പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യം, വിവാഹം കഴിഞ്ഞ് 4 ദിവസം മാത്രമേ വൈവാഹിക ജീവിതം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ
എന്ത് ചെയ്തു? ഡിവോഴ്സായി, ബന്ധം വേർപിരിഞ്ഞു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ അതിജീവിത എന്ന് പറയപ്പെടുന്ന ആളുടെ ഭർത്താവ് വന്നിട്ട് ഇത്തരത്തിൽ എനിക്കും കുടുംബത്തിനും മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി കൊടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യങ്ങൾ എങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ആൻഡ് ഇപ്പോഴും ഈ പറഞ്ഞ ഭർത്താവ് ഉണ്ട് എന്നും വിവാഹമോചിതയല്ലെന്നും ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളും കൂടി രാഹുൽ ഈശ്വർ തൻ്റെ പരാതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? എന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ പരാതി തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു എടുത്തുചാടിയുള്ള തീരുമാനം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത കോൺഗ്രസിന് അത് വലിയ ഒരു വീഴ്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ ജാമ്യം നിഷേധിച്ച സെഷൻസ് കോടതിയുടെ ഉത്തരവ് വരുമ്പോഴാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നത്, അല്ലേ? അതുവരെ സസ്പെൻഷനിലുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി പുറത്താക്കുന്നത് സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുമ്പോഴാണ്. ഈ ജാമ്യം നിഷേധിച്ച കോടതിയുടെ ഉത്തരവിൽ കോടതി പറയുന്നു ഈ ബലാത്സംഗം, പീഡനം എന്നുള്ള ആരോപണം നിലനിർത്തുവാനുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസും കോടതിക്ക് മുന്നിലില്ല എന്ന് ആര് പറയുന്നു? കോടതി പറയുന്നു. പിന്നെ കോൺഗ്രസ് അവിടെ എന്താണ് പരിഗണിച്ചത്? കോൺഗ്രസ് പരിഗണിച്ചത് വെറും ധാർമ്മികത മാത്രമാണ്. ആ ധാർമ്മികത പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് രാഹുലിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ ആ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റൊന്നും കഴിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതിന് പകരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് കടക്കണമായിരുന്നു എന്നുള്ളതാണ്. മേ ബി ഒരു തെരഞ്ഞെടുപ്പ് കാലം മുന്നിൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ പ്രതിരോധത്തിലേക്ക് പോകാതെ മാതൃകാപരമായി ഒരു ധാർമ്മികത മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ശരി എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ പുറത്തായിരിക്കും കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതുതന്നെയാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും അത് ആ കോൺഗ്രസിൻ്റെ നിലപാടിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും എൻ്റെ മറുപടി. പിന്നെ വേണമെങ്കിൽ ഒരു 50-50 ചാൻസും നമുക്ക് അവിടെ എടുക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം, ഈ പൊതുസമൂഹം ഒരിക്കലും എവിടെയും രാഹുൽ മാങ്കൂട്ടം വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല. പകരം ശബരിമലയിലെ അയ്യൻ്റെ പൊന്നുകൊള്ളയും സർക്കാരിൻ്റെ തെമ്മാടിത്തരങ്ങളും പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവിയെയും ഒക്കെ ജനം വേണ്ടുവോളം ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എടുത്ത നടപടിയും കോൺഗ്രസ് കൊണ്ടുപോകുന്ന ഈ നിലപാട്, ഇപ്പോൾ തുടർന്നു കൊണ്ടുപോയിരിക്കുന്ന നിലപാടും എത്രത്തോളം അത് അനുകൂലമാകുമെന്നോ പ്രതികൂലമാകുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരു ഘട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിലെ ആദ്യത്തെ പരാതിയാണ്. ആ പരാതി തന്നെ ഇപ്പോൾ വലിയ ത്രിശങ്കുവിൽ നിൽക്കുകയാണ്, വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. എസ്പെഷ്യലി ഈ പറയുന്ന അതിജീവിതയുടെ ഭർത്താവ്, സോക്കോൾഡ് ആള് പുതിയ പരാതിയുമായി തനിക്ക് നാണക്കേടുണ്ടായി, മാനക്കേടുണ്ടായി, മാനനഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അയാളുടെ പരാതിയിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ പരാതിക്കാരി പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ളതാണ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ പരാതി എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണ്ടി വരുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ DGPക്ക് ഭർത്താവ് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈ നിമിഷം വരെ ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലേക്കൊരു നടപടിയിലേക്ക് കടന്നു, അതല്ലെങ്കിൽ അതൊരു പരാതിയായി സ്വീകരിച്ച് അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം, രാഹുലിൻ്റെ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളവും കോടതിയിൽ അത് അവർക്കൊരു തുറുപ്പ് ചീട്ടാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉണ്ടോ എന്നുള്ള സംശയം നമുക്കില്ലാതില്ല. കാരണം അങ്ങനെ അത് ചെയ്ത് അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ, ഭർത്താവും ഭാര്യയും പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യം
ഈ കേസിൻ്റെ തുടർ നടപടികളിൽ മുഴച്ചു നിൽക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മുഴച്ചു നിന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് പരാതിക്കാരിയുടെ പരാതിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കേസും അന്വേഷണവുമൊക്കെ പാതി വഴിയിൽ മാധ്യമങ്ങൾ പരാതിക്കാരിയെ ഇട്ടേച്ചു പോയതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയവർക്കും ഈ പരാതി പാതി വഴിയിൽ ചവിട്ടി താഴ്ത്തിയിട്ട് മെല്ലെ കൈ കഴുകി അങ്ങ് ഒഴിവാകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിറഞ്ഞു നീങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വറിൻ്റെ പരാതി കൂടി വരുമ്പോൾ ആ പരാതിയിന്മേൽ തുടർ നടപടികളും ഉണ്ടാവേണ്ടതായിട്ട് വരും. കാരണം രാഹുൽ ഈശ്വർ വളരെ കൃത്യമായ പ്ലാനോട് കൂടിയാണ് കരുക്കൾ നീക്കുന്നത്. രാഹുൽ ഈശ്വർ തന്നെ 16 ദിവസം ജയിലിലിട്ടതിനുള്ള ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ വളരെ കൃത്യമായ ഫോളോ അപ്പുകൾ താൻ കൊടുത്ത പരാതിയിന്മേൽ എന്താണ് നടപടി ഉണ്ടാവുന്നത് എന്നുള്ള ഫോളോ അപ്പുകൾ രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പോരാത്തതിന് അയാൾ വേണ്ട രീതിയിൽ അഡ്വക്കേറ്റ്സിനെയും അഭിഭാഷകരെയും ഒക്കെ ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള നിയമസഹായങ്ങളും അയാൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പരാതിയിലും നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല, ഭർത്താവിൻ്റെ പരാതിയിലും നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല, ഭാര്യയുടെ പരാതിയിലും നടപടിയെടുക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ പരാതിയിലും നടപടിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പരാതി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പരാതി വെള്ളത്തിൽ വെളിയിട്ട പോലെ ആവുകയും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ വന്ന ഒരു പരാതിയുമായിട്ട് രംഗത്തെത്തിയതും അതിന് തൊട്ടു മുൻപ് രാഹുൽ ഈശ്വറിന് ഇപ്പോൾ 16 ദിവസം ജയിലിൽ കിടന്നിട്ട് രാഹുൽ ഈശ്വർ പുറത്ത് വന്നിട്ട് ദിവസങ്ങളായി. അപ്പോൾ അയാൾ അത് കഴിഞ്ഞിട്ട് ഒരു നിയമ നടപടിയുമായി ഒന്നും മുന്നോട്ട് പോയിരുന്നില്ല. അയാൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അയാൾക്കൊരു പ്രചോദനമായത് ഈ ഭർത്താവിൻ്റെ പരാതിയാണ്, ഭർത്താവിൻ്റെ ചില പ്രതികരണങ്ങളാണ്, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പ്രതികരണങ്ങളാണ്. ഈ പ്രതികരണങ്ങളൊക്കെ രാഹുൽ ഈശ്വറിനൊരു വളമായി എന്ന് മാത്രമല്ല ഈ കേസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ഈ പരാതിക്കാരൻ അല്ലെങ്കിൽ ഈ ഭർത്താവ് ആരോടൊപ്പമാണ്, അതല്ലെങ്കിൽ ഭർത്താവ് ഒരു റിവെഞ്ച് എടുക്കുകയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഭർത്താവിൻ്റെ പ്രതികാരം ആരോടാണ് എന്ന് ചോദിച്ചാൽ ഭർത്താവിനെ നാണക്കേടുണ്ടാക്കിയവരോടാണ്, ഭർത്താവിന് മാനനഷ്ടം ഉണ്ടാക്കിയവരോടാണ്, ഭർത്താവിന് ഇങ്ങനെ പരിഹാസനാവേണ്ടി വന്നവരോടാണ് അയാളുടെ പ്രതികാരം. അത് രാഹുൽ മാങ്കൂട്ടമാണോ അതല്ല ഇനി മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യം അയാൾ തന്നെ പറയട്ടെ, ഞാനത് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ ഭർത്താവിന് അപമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ആരാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അപമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ആരാണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കേസ് ഇപ്പോൾ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം രണ്ടാമത്തെ പരാതിയിൽ അതിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് ഇങ്ങനെ മുകളിലോട്ട് നോക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കാരണം രണ്ടാമത്തെ പരാതിയും ആ പരാതിയുടെ സ്വഭാവവും അതിലെ കാര്യങ്ങളും ഒക്കെ അത്തരത്തിലാണ്. പിന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് ആദ്യത്തെ പരാതിയിലായിരുന്നു. ആ ആദ്യത്തെ പരാതിയിലുള്ള പ്രതീക്ഷ കൈവിട്ടപ്പോഴാണ് രണ്ടാമത്തെ പരാതി ഉണ്ടായത്. ഈ 1ഉം 2ലും പരാതികളിൽ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് മാനനഷ്ടത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഭർത്താവ് രംഗത്തെത്തിയത്. ഭർത്താവ് രംഗത്തെത്തിയപ്പോഴോ എന്ത് സംഭവിക്കുന്നു? വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് അത് ഈ കേസിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഈശ്വർ കൂടി ഇടപെടുന്നതോടുകൂടി കേസ് അടപടലം മൂഞ്ചുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്.